ഗുഡ് ഈവനിങ് എവരിബഡി. ഞാൻ പീറ്റർ സാറിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വർഗീസാണ് എന്നെ എൽ എസ് സാറിൻ്റെ ഓഫീസിലേക്ക് വലിച്ചുകൊണ്ട് പോണത്. അപ്പോൾ 2003 ഈ പറഞ്ഞ പോലെ എൽ എസ് സാറ് ഫെഡറൽ ബാങ്കിൻ്റെ പാനലിൽ കയറി കഴിഞ്ഞപ്പോൾ ലീഗൽ ഒപ്പീനിയൻ എഴുതാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ലീഗൽ ഒപ്പീനിയൻ മാത്രം കൊടുത്താൽ മതി എന്നൊക്കെ വിചാരിച്ച് എഴുതാറുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ മൊത്തമായിട്ട് അങ്ങോട്ട് വലിച്ചുകൊണ്ടുപോയി. ഇനിയോ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്ത് കേസ് വന്നു കഴിഞ്ഞാലും അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാം, ഏത് രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നൊരു മൾട്ടി ഡയമെൻഷണൽ തിങ്കിങ് ആണ് സാറിപ്പം ചെയ്യുക. അപ്പോൾ അത് ഞങ്ങളുടെയൊക്കെ പ്രൊഫഷനിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ പറഞ്ഞ പോലെ താഴെക്കോടതിയിൽ കേസുകൾ നോക്കിക്കഴിഞ്ഞപ്പോൾ പിന്നെ സാറ് പൊതുവെ താഴെക്കോടതിയിലോട്ട് വരാണ്ടായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സംഗതി സാറിന് മറ്റേ മടി പിടിച്ചിട്ട് വരാതിരിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഹൈക്കോടതിയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല. കാരണം എന്താ, ഞങ്ങൾ നടത്തി കുളമായി, സാറ് ഹൈക്കോടതിയിൽ എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരുപാട് കേസുകൾ സാറിന് ഹൈക്കോടതിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. അതൊരു വലിയൊരു കാര്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുകയാണ്. എന്തായാലും ഞാൻ സാറിന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഈ വൈകിയ വളരെ ഒരുപാട് നീട്ടുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Good evening, ladies and gentlemen. Hearty welcome to a wonderful evening where we celebrate 3 decades of excellence of KC Eldo Law Associates and BC 370 Law Associates. ഒരാൾക്ക് ഇങ്ങനെ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ എൽദോ സാറിനെ കണ്ട പഠിച്ചത്. എൽദോ സാറിന്റെ നിഘണ്ടുവില് നോ എന്നുള്ള വാക്കില്ല. അഡ്വക്കേറ്റ് പ്രൊഫഷന്റെ ഒരു ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്നുള്ളത് ആ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. സഹോദരന് തുല്യം സ്നേഹിച്ചു എന്ന് തന്നെ പറയാം. ഞാൻ പഠിച്ചൊരു പാഠം അതാണ്, എവറി പ്രോബ്ലം ഹാസ് എ സൊല്യൂഷൻ. യു നീഡ് ഇൻ പോണ്ടർ അബൌട്ട് ദാറ്റ് വാട്ട് ഹാസ് ഹാപ്പൻഡ്, ബട്ട് യു ഷുഡ് ലുക്ക് ഫോർവേഡ് ഫോർ സോൾവിംഗ് ദാറ്റ്. സാറിന്റെ ഒരു പ്ലീസിംഗ് മെന്റാലിറ്റിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സാറിന്റെ ഇന്ന് ഇംബൈബ് ചെയ്യാൻ